ഇന്നലെ രാത്രി 10 മണിയോടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ ആഡംബര കാറുമെടുത്ത് ഇറങ്ങിയതായിരുന്നു നടൻ മണിയൻപിള്ള രാജു. എന്നാൽ പിന്നാലെ നടന്നത് ഞെട്ടിക്കുന്ന അപകടമായിരുന്നു. ട്രിവാൻഡ്രം ക്ലബ്ബിലെ സുബ്രഹ്മണ്യം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്ന നടന്റെ കാർ വെള്ളയമ്പലം ഭാഗത്തു നിന്നും വന്ന ബൈക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് മണിയൻപിള്ള രാജു തന്നെയാണ്. ഇടിയേറ്റ് വീണ പയ്യന്മാരെ തിരിഞ്ഞുപോലും നോക്കാതെ വാഹനമെടുത്ത് പോവുകയായിരുന്നു മണിയൻപിള്ള രാജു ചെയ്തത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽ നിവേദിന്റെ കാലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. സൂരജിന്റെ നട്ടെല്ലിലാണ് പരിക്കേറ്റത്. ഇരുവരെയും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാറിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതാരുടെ കാറാണെന്ന് വ്യക്തമായിരുന്നില്ല. തിരുവനന്തപുരത്തുള്ള ഒരു നടന്റെ പേരിൽ ഉള്ളതാണ് കാർ എന്നാണ് പോലീസ് ആദ്യം അറിയിച്ചത്. ഡ്രൈവറാണ് കാർ ഓടിച്ചിരുന്നത് എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ FIRൽ ഒരു നടന്റെ കാർ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നടന്റെ പേര് ആ സമയം ലഭിച്ചിരുന്നില്ല. തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിൽ ഇത് മണിയൻപിള്ള രാജുവാണെന്ന് മനസ്സിലാവുകയും പോലീസ് നടന്റെ വീട്ടിൽ എത്തുകയും ചെയ്തുവെങ്കിലും വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു. താരത്തിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. സംഭവത്തിൽ അപകടമുണ്ടാക്കിയ വാഹനം ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് താനാണ് കാർ ഓടിച്ചത് എന്ന് മണിയൻപിള്ള രാജു പ്രതികരിച്ചത്. ഭയം കൊണ്ടാണ് നിർത്താതെ പോയത്. കാറിന് പിന്നിൽ ബൈക്ക് ഇടിച്ചത് അറിഞ്ഞെന്നും രാജു പറഞ്ഞു. എല്ലാം പോലീസിനെ അറിയിക്കുമെന്നും വ്യക്തമാക്കി. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്താണ് സുബ്രഹ്മണ്യം ഹാളും ട്രിവാൻഡ്രം ക്ലബ്ബും. ഇവിടെയാണ് അപകടമുണ്ടായത്. ബാർ പോലെ പ്രവർത്തിക്കുന്ന ക്ലബ്ബാണ് ട്രിവാൻഡ്രം ക്ലബ്ബ്. ഈ ക്ലബ്ബിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് മണിയൻപിള്ള രാജുവിൻ്റെ കാർ ഇടിച്ച് അപകടമുണ്ടായത്. നിർത്താതെ പോയതുകൊണ്ട് പലവിധ സംശയങ്ങളും ഉയരുന്നുണ്ട്. കാർ താൻ തന്നെയാണ് ഓടിച്ചത് എന്നും രാജു സമ്മതിക്കുകയും ചെയ്തു. ക്യാൻസർ രോഗത്തെ പൊരുതി തോൽപ്പിച്ച നടനാണ് മണിയൻപിള്ള രാജു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മദ്യപിച്ചായിരിക്കില്ല വാഹനം ഓടിച്ചത് എന്നും വാദമുണ്ട്. ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ മാർഗം രക്തപരിശോധനയാണ്. എന്നാൽ അപകടം നടന്ന് 8 മണിക്കൂറിനുള്ളിൽ ഈ പരിശോധന നടത്തിയില്ലെങ്കിൽ ഫലം കൃത്യമാകില്ല. കൃത്യം 10 മണിക്ക് അപകടമുണ്ടാക്കി മുങ്ങിയ താരം ഈ 8 മണിക്കൂർ പരിധി കഴിയുന്നതുവരെ ഒളിവിൽ പോയത് ബോധപൂർവമാണെന്ന സംശയമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. കേരളത്തിലെ മോട്ടോർ വാഹന നിയമങ്ങൾ പ്രകാരം മദ്യപാനം തെളിയിക്കുവാൻ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് പരിശോധിക്കണം. ഇതിന് കൃത്യമായ സമയപരിധിയുണ്ട്. ഏതായാലും കാർ നിർത്താതെ പോയത് ഗൗരവമുള്ള കുറ്റം തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.